ചെറുമക്കാമ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണിത്. ചുറ്റും കാടാണ്. ഒരു ഭാഗത്ത് മുളങ്കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നല്ല കാഴ്ചയാണ്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്ന ശബ്ദം കേൾക്കാം. മാത്രമല്ല ഈ വഴി ടാറല്ല ചെയ്ത് സിമെൻറ്റ് ഇട്ടിരിക്കുകയാണ്. സിമെൻറ്റ് വഴിയിലൂടെ നമ്മൾ പതുക്കെ താഴേക്ക് നടക്കണം. തെന്നി വീഴാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിട്ട് പതുക്കെ പതുക്കെ ചവിട്ടിയിട്ടാണ് നടന്നത്. ചെരുപ്പൂരി നടക്കുമ്പോൾ കാല് വേദനിക്കും. സിമെൻറ്റ് വഴികളിൽ അവിടെ ഇവിടെയൊക്കെ ഉയർന്നും താഴ്ന്നും കല്ലുകളുണ്ട്. അതുകൊണ്ട് കാല് വേദനിക്കുന്നുണ്ട്. അല്ല, ചെരുപ്പിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ നടന്നു പോകാം. കുട്ടികളാണെങ്കിൽ കുട്ടികളോട് പതുക്കെ നടക്കാൻ പറയണം. ഓടരുത്, ധൃതിയിൽ നടക്കുകയും ചെയ്യരുത്. ഇവിടെ നിന്ന് നമുക്ക് മലനിരകൾ കാണാം. അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ കാണാം. താഴെ വാഹനങ്ങൾ പോകുന്ന ശബ്ദം കേൾക്കാം. സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അടിവാരത്തിൻ്റെ അങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോകുന്ന ചുരത്തിൻ്റെ ആ വളവിലുള്ള വാഹനത്തിൻ്റെ പ്രവാഹം കാണാം. ചുറ്റും മലനിരകളാൽ നിബിഡമാണ്. മഞ്ഞ് വീഴ്ച ആയിട്ടില്ല എങ്കിലും കോടമഞ്ഞ് പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അതിൻ്റെ കുളിർ അനുഭവിച്ചുകൊണ്ട് നമുക്കൊരു എയർ കണ്ടീഷൻ റൂമിലിരിക്കുന്ന പോലെ നമുക്കിങ്ങനെ സുഖമായിട്ട് പോരാം. യാത്ര ഒരിക്കലും മടുപ്പ് ഉളവാക്കുന്നതല്ല, മറിച്ച് ഒരു ശബ്ദം കാര്യമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായതിനാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ റാഹത്തോടെ പതുക്കെ പതുക്കെ എല്ലാ കാഴ്ചകളും നോക്കി പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോരാം. ഈ വഴി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോക്കറ്റ് റോഡിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് അടിവാരത്തേക്ക് ഒരു വഴി കാണാവുന്നതാണ്. അതുവഴി പോയാൽ അടിവാരത്ത് സമയലാഭത്തിലെത്താം. കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ സാധിക്കും. അല്ല, നേരത്തിന് പോവുകയാണെങ്കിൽ അങ്ങാടിയിലേക്ക് എത്തി ചുരമുളകിലെത്തിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് പോരാൻ സാധിക്കും. അവിടെ ബസ് നിർത്തില്ല, ലിമിറ്റഡും TT ഒന്നും നിർത്തില്ല. പകരം രാത്രിയാണെങ്കിൽ കൈ കാണിച്ചാൽ ചിലപ്പോൾ അവർ ചവിട്ടിത്തരും, കയറി പോരാം. അല്ലെങ്കിൽ രണ്ടാം വളവിലേക്കോ ചിപ്പിലി തോട്ടിലേക്കോ വന്നിട്ട് അവിടെ നിന്ന് വേണം കയറാൻ. ഈ വടികളിൽ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവയെ ഞാൻ കണ്ടത് താഴെ അങ്ങാടി ഭാഗത്താണ്. ആളുകൾ വരുന്നതുകൊണ്ട് അവരോട് ഭക്ഷണം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ, ഓഹരികളെല്ലാം ചെയ്യുന്നുണ്ട്, കുരങ്ങന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആളുകൾ കൂടുന്നിടത്ത് അവ വന്നിരിക്കുന്നുണ്ട്. നേരത്തെ വന്ന സമയത്ത്, കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ വന്ന സമയത്ത് നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു മക്കാമിന് ചുറ്റും. നല്ല കാഴ്ചയാണ്, നല്ല അനുഭവമാണ്. ഏകാന്ത ധ്യാനത്തിന് പറ്റിയ സ്ഥലമാണ്.